إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അറിയുക എന്നത് ഓരോ മനുഷ്യനും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മൂന്നടിസ്ഥാനങ്ങളായ ചോദ്യങ്ങളിലൊന്നാണ്. അതിൻ്റെ ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അറിയാത്തവൻ, അവിടുത്തെ ജീവിതത്തെ പകർത്താത്തവൻ, മനുഷ്യരായി പിറന്നവരിൽ ആരുണ്ടോ അവൻ ഇഹലോകവും നാളെ പരലോകവും നഷ്ടത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വം തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയോട് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലിന്റെ ദൗത്യത്തെ സാക്ഷ്യപ്പെടുത്താൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഒരാൾ ഉരുവിട്ടാൽ അവന്റെ ഷഹാദത്ത് പൂർത്തിയാകുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടി അവൻ സാക്ഷ്യപ്പെടുത്താതെ, മുഹമ്മദുൻ റസൂലുള്ളാഹ് ഒരാളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവന്റെ ഇസ്ലാം അപൂർണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വം അവൻ അംഗീകരിച്ചാലും ശരി. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഇദ്ഫിറാറുൽ ഇബാദി ഇലാ മഅരിഫത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ജാഅ ബിഹി വതസ്ദീഖിഹി ഫീമാ അഖ്ബറ ബിഹി വതഅതിഹി ഫീമാ അമറ ഫൗക കുല്ലി ദറൂറത്തിൻ. മനുഷ്യർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയലും അവിടുത്തെ ജീവിതം പഠിക്കലും അവിടുന്ന് കൊണ്ടുവന്നത് എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ചോദ്യം ചെയ്യാതെ സംശയലേശമന്യേ സത്യപ്പെടുത്തലും അവിടുന്ന് കൽപ്പിച്ചതെല്ലാം പ്രവർത്തിക്കലും അവിടുത്തെ അനുസരിക്കലും അവിടുന്ന് അറിയിച്ചതെല്ലാം സത്യപ്പെടുത്തലും, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കലും പകർത്തലും ഫൗക കുല്ലി ദറൂറത്തിൻ, ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലെ എന്താവശ്യങ്ങളെക്കാളും അത്യാവശ്യങ്ങളെക്കാളും അനിവാര്യമായ കാര്യമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത്തരത്തിൽ സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയണം, അറിഞ്ഞത് വീണ്ടും ആവർത്തിക്കണം, ആവർത്തിച്ച് അവിടുത്തെ ചരിതങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം,
അത് ജീവിതത്തിൽ പകർത്തണം. അതിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരായി പിറന്നവരിൽ, മാനവരാശിയിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വംശപരമ്പരയിൽ, അറബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രസിദ്ധമായ കുടുംബ പരമ്പരയിൽ ജനിച്ച മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുല്ലായുടെ മകൻ, ഖുറൈശ് ഗോത്രത്തിലെ ബനു ഹാഷിം വംശത്തിൽ ഭൂജാതനായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ചെന്നെത്തുന്നത് അബുൽ ഹുനഫ, അബുൽ അംബിയ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലേക്കാണ്. അവിടുത്തെ ജന്മവും അവിടുത്തെ വംശപരമ്പരയും അവിടുത്തെ കുടുംബവും അനിഷേധ്യമായി എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട, പ്രസിദ്ധമായ, എല്ലാവരാലും സാക്ഷ്യപ്പെടുത്തപ്പെട്ട ഉന്നതമായ കുടുംബവും പരമ്പരയുമാണ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം യതീമായിട്ടായിരുന്നു. അവിടുന്ന് പിതാവില്ലാതെ, മാതാവ് തന്റെ ഗർഭത്തിലിരിക്കവേ അവിടുത്തെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. ജനിച്ചു അല്പവർഷങ്ങൾക്ക് ശേഷം തന്റെ പൊന്നോമനയായ മകനെ വിട്ട് ഉമ്മയും വേർപിരിഞ്ഞു. പിന്നീട് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെയും പിതൃവ്യൻ അബൂ താലിബിന്റെയും കരങ്ങളിലൂടെ അവിടുത്തെ ബാല്യവും കൗമാരവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി സംരക്ഷിച്ചു. അലം യജിദ്ക യതീമൻ ഫആവ, അല്ലാഹു ചോദിച്ചതുപോലെ താങ്കളെ യതീമായി, അനാഥ ബാലനായി നാം കണ്ടെത്തി. ഫആവ, താങ്കൾക്ക് നാം അഭയം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച അജ്ഞാന കാലഘട്ടത്തിൽ ശിർക്കും കുഫ്റും അധാർമികതയും തോന്നിവാസങ്ങളും കൊടികുത്തി വാണിരുന്ന ആ ചരിത്രത്തിലെ അജ്ഞാന കാലഘട്ടത്തിൽ ഒരു ബിംബത്തെപ്പോലും, ഒരു വിഗ്രഹത്തെപ്പോലും, ഒരു ശിർക്കിന്റെ പുൽക്കൊടിയെപ്പോലും സ്പർശിക്കാത്ത വിധം സുരക്ഷിതനായി, ആത്മീയമായും അതുപോലെ തന്നെ ഭൗതികമായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യവും കൗമാരവും സംരക്ഷിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുവാവായി അന്നാട്ടിലെ ഏറ്റവും കുലീനയായിരുന്ന, തറവാടിയായിരുന്ന, ബുദ്ധിമതിയായിരുന്ന, പക്വമതിയായിരുന്ന, സൗന്ദര്യവതിയായിരുന്ന, ഏതൊരു ചെറുപ്പക്കാരനും മോഹിച്ചു പോകുന്ന മഹതിയായ ഒരു മഹിളാരത്നത്തിനെ ജീവിത പങ്കാളിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് അവസരം നൽകി. മുസ്ലിം ഉമ്മത്തിന്റെ, മുസ്ലിമീങ്ങളുടെ മാതാവായ, സ്വർഗസ്ഥ സ്ത്രീകളിൽ ശ്രേഷ്ഠവതിയായ മഹതിയായ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് വിവാഹം ചെയ്തു. അവരിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി. ഇബ്രാഹിം അല്ലാത്ത മറ്റെല്ലാ മക്കളും ഖദീജ ബീവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ച മക്കളാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പുള്ള ജീവിതത്തെ നമുക്ക് ലളിതമായി വർണ്ണിക്കാം. പിന്നീട് 40-ാമത്തെ വയസ്സിൽ വിഗ്രഹാരാധനയും ജ്യോത്സ്യവും മാരണവും കൂടോത്രവും ക്ഷുദ്രപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ യുദ്ധവെറിയും കുടുംബ കലഹങ്ങളും, ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുടിച്ചു മൂടുന്ന സാമൂഹികമായ അധമത്വവുമെല്ലാം അരങ്ങുവാണിരുന്ന അജ്ഞാന കാലഘട്ടത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുബുവത്തുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയുണ്ടായി. അല്ലാഹുവിലേക്ക്, അവന്റെ തൗഹീദിലേക്ക്, അവർ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ശുദ്ധമായ തൗഹീദിന്റെ കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയോടെ, സഹനത്തോടെ, ത്യാഗിവര്യനായി അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. കളവാക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തിയും പ്രശസ്തിയും അവിടുത്തെ പേരും നാമവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാനോളം ഉയർത്തി. വറഫഅനാ ലക ദിക്റക്, അല്ലാഹു പറഞ്ഞില്ലേ നബിയെ, താങ്കളുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ശത്രുക്കൾ എപ്പോഴെല്ലാം കളവാക്കുന്നുവോ, പരിഹസിക്കുന്നുവോ, മുഅ്ജിസത്തുകൾ കൊണ്ട്, ഒരു ബുദ്ധി കൊണ്ടും വിലയിരുത്താൻ സാധിക്കാത്ത കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അമാനുഷികതകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നുബുവത്തിന് പിൻബലം നൽകി. തെളിവുകൾ കൊണ്ട് അവിടുന്ന് പകർന്നു നൽകിയ സന്ദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തി. അതേ ശത്രുക്കൾ, മദീനയിലുള്ള മുസ്ലിമീങ്ങൾ
ഷാമിലുള്ള ശത്രുക്കൾ അവരെ ഭയക്കുന്ന, ഒരു മാസം വഴി ദൂരമെത്തിയാൽ പോലും ശത്രുക്കൾ ഭയക്കുന്ന രൂപത്തിൽ പ്രതാപവും അന്തസ്സും വിജയവും മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി നൽകി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠനായ നേതാവായി, ഭരണാധികാരിയായി, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് പ്രിയപ്പെട്ട, അവരുടെ ജീവനേക്കാളേറെ അവരുടെ സ്വന്തം ശരീരത്തോട് അടുത്തവനായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചു, മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവനാകുക. അവിടുന്നാണ് ഈ ഉമ്മത്തിനു വേണ്ടി മഹ്ശറ വൻസഭയിൽ അമ്പിയാക്കൾ, മുർസലീങ്ങൾ അവർക്കാർക്കുമില്ലാത്ത വിധം ശുപാർശ ചെയ്യാൻ അനുമതി നൽകപ്പെടുക അവിടുത്തെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അമ്പിയാക്കളുടെ അനുയായികളിൽ, അവർക്ക് സ്വീകാര്യത കൽപ്പിച്ച അമ്പിയാക്കളുടെ കാലഘട്ടത്തെ വിശ്വാസികളിൽ ഏറ്റവും അധികം അനുയായികളെ കൊണ്ട്, അംഗബലം കൊണ്ട്, പിന്തുടർച്ചക്കാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം അനുയായി വൃന്ദങ്ങളെ സമ്മാനിക്കുന്നത് ഖിയാമത്ത് നാളിൽ നമുക്കത് നേർക്കുനേരെ കാണാം. ബിഇദ്നില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. സ്വർഗ്ഗ കവാടം ആദ്യമായി തുറക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പാപസുരക്ഷിതനായ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷമുള്ള ജീവിതത്തെ ലളിതമായി, ഹ്രസ്വമായി നമുക്കിങ്ങനെ വിശദീകരിക്കാം. സഹോദരങ്ങളെ, എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്ന് പ്രതിയോജിക്കുവോളം രാത്രികാലങ്ങളിൽ കാലിൽ നീരുകെട്ടി രാത്രിയെ സജീവമാക്കി അവിടുന്ന് നിസ്കരിച്ചപ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നതെന്ന ചോദ്യത്തിന് തന്റെ പത്നിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ? ഏറ്റവും നന്ദിയുള്ളവനായിരുന്നു അവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ നീര് വരുവോളം രാത്രി നിന്ന് നിസ്കരിക്കുന്ന നമ്മുടെ റസൂൽ, അവിടുത്തെ കൺകുളിർമ ദുനിയാവിന്റെ പളപളപ്പുകളല്ല, ദുനിയാവിന്റെ ഹരിതാപ ഭംഗിയല്ല, ഇവിടുത്തെ സമ്പത്തോ സന്താനങ്ങളോ കുലിമഹിമയോ നേതൃത്വമോ സ്ഥാനമോ ഒന്നുമല്ല. അവിടുത്തെ കൺകുളിർമ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന, അവനോട് ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന, സുജൂദിൽ വീഴാൻ സാധിക്കുന്ന നിസ്കാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺകുളിർമ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്: റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഫീ സദ്രിഹി അസീസുൻ കഅസീസിൽ മിർസൽ മിനൽ ബുകാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. അവിടുന്ന് നിസ്കരിക്കുമ്പോൾ അവിടുത്തേക്ക് അല്ലാഹുവിനോടുള്ള പേടി നിമിത്തം കരച്ചിലടക്കാൻ കഴിയാതെ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ഒരേങ്ങലടി ഞാൻ അനുഭവിക്കാറുണ്ടായിരുന്നു, കേൾക്കാറുണ്ടായിരുന്നു. അതെ, വല്ലാഹി ഇന്നി ലഅത്ഖാകും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും അധികം ഭയന്ന റസൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ദീന നിഷിദ്ധങ്ങൾ ഏറ്റവും അധികം അകറ്റി നിർത്തിയ റസൂൽ, അല്ലാഹുവിനെ ഏറ്റവും ഭയന്ന റസൂൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി നിമിത്തം മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടും രാത്രി കാൽ നീര് വരുവോളം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ഏങ്ങലടക്കാനാകാതെ രാത്രിയിൽ ഉറങ്ങാതെ നിന്ന് നിസ്കരിച്ച നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിക്കാൻ സാധിക്കും. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട, അവന് വകവെച്ചു കൊടുക്കേണ്ടുന്ന ഹക്ക്, അള്ളാഹുവിനോടുള്ള കടമകൾ ഏറ്റവും പൂർണ്ണമായി ഉമ്മത്തിനെ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മഹത്വത്തിന്, അവന്റെ ഔന്നത്യത്തിന് അനുഗുണമല്ലാത്ത ഒന്നും അള്ളാഹുവിലേക്ക് ചേർത്തരുത്. വാക്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനെ പോലും അള്ളാഹുവിനോട് ചേർത്തി പരാമർശിക്കരുത് എന്ന് പഠിപ്പിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്ന ആയത്താണ്: ഖുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ഷാ അല്ലാഹ്. പറയുക നബിയേ, ലാ അംലികു ലിനഫ്സി, ഞാൻ എൻ്റെ സ്വദേഹത്തിന് പോലും അധീനപ്പെടുത്തുന്നില്ല. നഫ്അൻ വലാ ദർറ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ എൻ്റെ സ്വന്തത്തിന് ചെയ്യാൻ എനിക്ക് അധീനതയില്ല. എനിക്ക് സ്വയം ഒരു ഉപകാരം കൊണ്ടുവരാനോ ഉപദ്രവം ഏൽപ്പിക്കാനോ എനിക്ക് സാധിക്കുകയില്ല. ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അള്ളാഹു ഉദ്ദേശിച്ച നന്മകൾ എനിക്ക് ലഭിക്കുന്നു,
അള്ളാഹു തടഞ്ഞു വെച്ച ദോഷങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. അതല്ലാതെ എനിക്ക് സ്വതന്ത്രമായ കഴിവില്ല. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാനെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനായിരുന്നുവെങ്കിൽ, ഞാനെങ്ങാനും ഇക്കാലഘട്ടത്തിലെ പുരോഹിതന്മാർ യാഥാസ്ഥിക വർഗത്തെ നയിക്കുന്ന ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്ന പുരോഹിതന്മാർ പറയുന്നത് പോലെ അമ്പിയാക്കളും ഔലിയാക്കളും മൺമറഞ്ഞ മഹാന്മാരും അദൃശ്യകാര്യങ്ങൾ അറിയുമ്പോഴും ഗൈബ് അറിയുമ്പോഴും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ മനുഷ്യ ഹൃദയങ്ങളിലുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അവരറിയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ കുൻതു അഅലമുൽ ഗൈബ്, മറഞ്ഞ കാര്യം അദൃശ്യ കാര്യങ്ങൾ ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് നേടാൻ സാധിക്കാതെ പോയ അനേകം ഗുണങ്ങൾ ഞാൻ വാരിക്കോരി നേടുമായിരുന്നു. വമാ മസ്സനിയ സൂ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പ്രയാസം ബാധിച്ചു, എത്ര ദുരിതങ്ങൾ ഉണ്ടായി. അവിടുത്തെ വേണ്ടപ്പെട്ട സഹാബികൾ വഞ്ചിക്കപ്പെട്ട് ശത്രുക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു, യുദ്ധത്തിൽ പരാജയം രുചിക്കേണ്ടി വന്നു. അവിടുത്തെ ശരീരത്തിലൂടെ രക്തമൊഴുകി. അവിടുത്തെ മക്കൾ അവിടുന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കൺമുമ്പിൽ മരിച്ചുപോയി. ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ എന്നെ ബാധിക്കുന്ന ദോഷങ്ങൾ മുൻകൂട്ടി കരുതലെടുത്ത് ഞാൻ അതിനെ തടയുമായിരുന്നു. വമാ മസ്സനിയ സൂ, എനിക്കൊരു ദോഷവും ബാധിക്കില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ്, സ്വഹാബത്തിനെ കേൾപ്പിക്കുകയാണ് ഖുർആനിലൂടെ. സൂറത്തുൽ അറാഫിലെ 188-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇൻ അന ഇല്ലാ നദീറുൻ വബശീർ, മറിച്ച് എന്റെ ദൗത്യം എന്താണ്? ഞാൻ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിങ്ങളെ താക്കീത് ചെയ്യുന്ന ഒരു താക്കീതുകാരൻ മാത്രമാണ്. വബശീർ, അള്ളാഹുവിന്റെ പ്രതിഫലത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അവന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ബഷീറാണ് ഞാൻ. ലിഖൗമി യുഅ്മിനൂൻ, ഈമാനുള്ള എന്നിൽ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തിന്, മുഅ്മിനീങ്ങൾക്ക് ഞാൻ താക്കീതുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മാത്രമാണ്. ഞാൻ ഗൈബ് അറിയുന്നവനല്ല, ഞാൻ അമാനുഷികനല്ല, അദൃശ്യകാര്യങ്ങൾ വാദിക്കുന്നവനല്ല, ഞാൻ ദിവ്യത്വം കൽപ്പിക്കപ്പെടേണ്ടുന്ന അള്ളാഹുവിനോളം ഇലാഹിനോളം ഉയർത്തപ്പെടേണ്ടുന്ന ഒരു ശക്തിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആനിലെ ആയത്തുകൾ ഓതി പഠിപ്പിക്കുന്നു, സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വരികയാണ്. നബിയോട് പറഞ്ഞു, അദ്ദേഹത്തിന് ആഗ്രഹിച്ച ഒരു കാര്യം നേടാൻ സാധിച്ച സംതൃപ്തിയും സായൂജ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മാഷാ അല്ലാഹു വശിത്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്റെ ഇന്നാലിന്ന കാര്യം നടന്നു, എനിക്കത് സാധ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു ചോദിച്ചു, ആ പ്രയോഗത്തിൽ, ആ വാക്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുഗുണമില്ലാത്ത പ്രയോഗമുണ്ട്, അള്ളാഹുവിനോട് വാക്കുകൊണ്ട് തന്നെ പരാമർശിച്ച പരാമർശമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഷത്തോടെ ചോദിച്ചു, അജഅൽതനി ലില്ലാഹി ഇദ്ലൻ, അള്ളാഹുവിനോട് എന്നെ നീ സമനാക്കുകയാണോ? അള്ളാഹുവിനോട് എന്നെ നീ തുല്യനാക്കുകയാണ്? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറയുക, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറയുക. നോക്കൂ നിങ്ങൾ, ഉദ്ദേശത്തിൽ വരെ, വാക്കിലുള്ള പരാമർശത്തിൽ വരെ അള്ളാഹുവിനോട് ചേർത്തി തന്നെ പറയാവതല്ല എന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിന്റെ പേരിൽ, അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുന്നതിന്റെ പേരിൽ എന്തെല്ലാമാണ് ഈ ഉമ്മത്തിനെ കൊണ്ട് പാടിക്കുന്നതും പറയിപ്പിക്കുന്നതും. അതിവിദൂരമല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മളത് കാണാതിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മത്തിന് ഓതി കേൾപ്പിച്ച മറ്റൊരായത്താണ്. സ്വന്തത്തിന് ഉപകാരമോ ഉപദ്രവമോ അവിടുന്ന് അധീനപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഒരു പടപ്പിനും തന്റെ ഉമ്മത്തിലെ ഒരനുയായികൾക്കും അവിടുന്ന് അത് അധീനപ്പെടുത്തുന്നില്ല. സൂറത്തുൽ ജിന്നിൽ നമുക്ക് വായിക്കാം, ഖുൽ, പറയുക നബിയെ, ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദ, നിങ്ങൾക്കൊരു ഉപകാരമോ അതുപോലെ തന്നെ സന്മാർഗമോ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമോ ഞാൻ അധീനപ്പെടുത്തുന്നില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ, അമാനുഷികനല്ല. യൂഹാ ഇലൈ, എനിക്ക് വഹി നൽകപ്പെടുന്നു. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹുവിന്റെ റസൂൽ നമ്മെപ്പോലെയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെയുള്ള തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യനെന്നല്ല, മറിച്ച് വഹി നൽകപ്പെടുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ. എന്നാൽ അവിടുന്ന് അമാനുഷികനല്ല. വഅബ്ദുൻ മിൻ ഇബാദില്ലാ,
അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ശ്രേഷ്ഠനായ ഏറ്റവും ശ്രേഷ്ഠനായ അടിമ. ലൈസ ഇലയ്യ മിനൽ അംരി ശൈഉൻ ഫീ ഹിദായതികും വലാ ഗിവായതികും, നിങ്ങളെ വഴികേടിലാക്കാനോ നിങ്ങളെ വഴികേടിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിക്കാനോ എനിക്ക് അധികാരമില്ല തന്നെ. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദ, മറിച്ച് ബലിൽ മർജിഉ ഫീ ദാലിക കുല്ലിഹി ഇലല്ലാഹ്, എല്ലാം അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് വഴികേടും സന്മാർഗവും എല്ലാം സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി പിൻപറ്റി ത്യാഗം സഹിച്ച് ക്ഷമിച്ച് സഹനമുണ്ടായി നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തിനെ പകർത്താതെ ഒരിക്കലും അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ സ്ഥാനം പിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സാക്ഷാൽ നബി കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിലും ശരി, തങ്ങന്മാരുടെ തങ്ങന്മാരാണെങ്കിലും ശരി, ഹോജാക്കൾ ഹോജയാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒപ്പിച്ചെടുക്കാതെ ഒപ്പിച്ചു വെക്കാതെ പകർത്തിയെടുക്കാതെ ഒരാൾക്കും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവിടുത്തോളം മഹനീയമായ സ്വഭാവ ഗുണങ്ങളുള്ള മറ്റാരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടുത്തോളം ലാളിത്യമുള്ള വിനയമുള്ള മറ്റൊരു വ്യക്തിത്വത്തെയും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുകയില്ല. പാശ്ചാത്യന്മാരായ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ചരിത്ര പഠനങ്ങൾ നടത്തിയ ചരിത്രകാരന്മാർ വരെ ചോദിച്ചിരിക്കുന്നു, ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റൊരു മനുഷ്യൻ ജന്മം കൊണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ അവരവരുടെ ചരിത്ര പഠനം അവസാനിപ്പിക്കുന്ന ചോദ്യങ്ങൾ നമുക്കിന്നും വായിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കാതെ തന്റെ അനുയായികളെ അഭിമുഖീകരിക്കാത്ത നേതാവായിരുന്നു. ഫുഖറാക്കൾ, ദാരിദ്ര്യം പേറിയവർ, പാവപ്പെട്ടവർ, അശരണർ, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്ന, അവർക്ക് ഭക്ഷണം പകുത്തു നൽകുന്ന നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിക്കാൻ സാധിക്കും. കേടുവന്ന സ്വന്തം തോൾചെരുപ്പ് കൈകൊണ്ട് തുന്നിച്ചേർക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ പത്നിമാരെ വീട്ടുജോലികളിൽ സഹായിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാടി നുരുമ്പിച്ച തോൽപാത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്ക് വെള്ളം കുടിക്കുന്നത് അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. തന്റെ അനുയായികളോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം കല്ലും മണ്ണും ചുമന്ന് അള്ളാഹുവിന്റെ മസ്ജിദുകൾ നിർമ്മിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിക്കാൻ സാധിക്കും. ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ഖന്തക്കിൽ അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ ഖന്തക്ക് കിടന്നു കുഴിച്ച വയറിൽ കല്ല് കെട്ടിവെച്ച് പട്ടിണി ശമിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിക്കാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, 9 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ചുകൊണ്ട് അവിടുത്തെ ഭൃത്യനായി ഞാൻ കൂടുകയുണ്ടായി. ഫമാ അഅലമുഹു ഖാല ലീ ഖത്തു ലിമ ഫഅൽത കദാ വകദാ, എന്തെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, സ്വഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനിഷ്ടമുണ്ടാക്കുന്നതൊന്നും അവർ പ്രവർത്തിക്കുകയില്ല എന്നതാണ് അടിസ്ഥാനം. എങ്കിൽ പോലും ഭൃത്യനാണ്, സേവകനാണ്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തു എന്നോട് അവിടുന്ന് ചോദിച്ചിട്ടില്ല. വലാ ആബ അലയ്യ ശൈഅൻ ഖത്തു, ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ വിമർശിച്ചിട്ടില്ല, എന്നെ ആക്ഷേപിച്ചിട്ടില്ല. അവിടുന്ന് മുതിർന്നവരെ ആദരിക്കുന്നവനായിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഫത്ഹ് മക്കയുടെ വേളയിൽ മുസ്ലിമായിട്ടില്ല. ദൂരെ നിന്ന് വയോധികനായ പിതാവിന്റെ കരങ്ങൾ പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഇസ്ലാമിന്റെ ശത്രുവാണ്, അമുസ്ലിമാണ്, കാഫിറാണ്. അവിടെ മുതിർന്ന തലനിരച്ച നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് വിളിച്ചു പറയുകയാണ്, ഹല്ലാ തറക്ത ശൈഖ ഫിൽ ബൈത്ത്, അദ്ദേഹത്തെ ശൈഖിനെ വീട്ടിലിരുത്തിയാൽ മതിയായിരുന്നുവല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് സന്ദർശിക്കുമായിരുന്നുവല്ലോ. ആ ഒരൊറ്റ ചോദ്യം മുതിർന്നവരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആദരവിന്റെ പരിഗണനയുടെ ചോദ്യം അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന് ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ മുതിർന്നവരോടുള്ള ബഹുമാനത്തിന്റെ ആദരവിന്റെ പ്രയോഗം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ചെറിയ കുട്ടികളെ കണ്ടാൽ സലാം പറയാതെ അവരെ കടന്നു പോകാത്ത റസൂൽ അബൂ ഉമൈർ എന്ന് വിളിപ്പേരുള്ള ഒരു കുഞ്ഞിനെ, ഒരു ചെറിയ കുട്ടിയെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചിരിക്കുന്നതായി കാണുകയാണ്. ആ കുട്ടിക്ക്
നുഹൈർ എന്നു പേരുള്ള ഒരു കിളി ഉണ്ടായിരുന്നു, ഒരു ചെറിയ കിളി. ആ കുട്ടിയുടെ വിഷമം പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ ഒരിക്കൽ ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅല നുഹൈർ, ഓ അബൂ ഉമൈർ, എന്തുപറ്റി, നിന്റെ കുരുവിക്ക് എന്തുപറ്റി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുമായി വാത്സല്യത്തിന്റെ ദയാവായ്പകൾ പങ്കുവെക്കുന്ന റസൂൽ അവിടുത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും. തന്റെ ആശ്രിതരോട്, തന്റെ കീഴിലുള്ളവരോട് ഏറ്റവും കാരുണ്യത്തോടെ പെരുമാറിയ മറ്റൊരു നേതാവിനെയും മറ്റൊരു രാഷ്ട്രമീമാംസകനെയും നിങ്ങൾക്ക് ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാതെ വായിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി, വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുമായി, അവരുടെ ആത്മീയ ആചാര്യന്മാരുടെ പേരും നടപടിയും ക്ഷേലും എല്ലാം വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങളെ, മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരെ നമുക്ക് കാണാം. നിങ്ങൾ പറയുന്ന ആ പേരുകളെക്കാൾ, നിങ്ങൾ വായിക്കുന്ന അയവിറക്കുന്ന അവരുടെ ചരിതങ്ങളെക്കാൾ, അവരുടെ വാമൊഴികളെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അവിടുത്തെ ചരിത്രം നിങ്ങൾ തൊട്ടറിയുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ പകർത്തുകയാണെങ്കിൽ, സഹോദര മുസ്ലിമേ, നിന്റെ ജീവിതം എത്ര മനോഹരമായിരിക്കും, നിന്റെ ജീവിതം എത്ര അഭിമാനപൂർവമായിരിക്കും, നിന്റെ ഈ ദുനിയാവിലെ നടപടിക്രമങ്ങൾ എത്ര സമ്പന്നമായിരിക്കും, നിന്റെ മനസ്സെത്ര ധന്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കേണ്ടതുപോലെ വായിക്കാൻ, അറിയേണ്ടതുപോലെ അറിയാൻ, പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ, പകർത്തേണ്ടതുപോലെ പകർത്താനുള്ള തൗഫീഖ്, അപാരമായ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുകഴ്ത്തുന്നതിന്റെ, അവിടുത്തെ മദ്ഹ് ചെയ്യുന്നതിന്റെ പരിധി എന്താണ് എന്ന് കൃത്യമായി നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ സാക്ഷാൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ അവിടുത്തെ അനുയായികൾ പുകഴ്ത്തി പ്രശംസിച്ച് അല്ലാഹുവിനോളം പൊക്കിയതുപോലെ, അമിതമായി അദ്ദേഹത്തെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, വാഴ്ത്തരുത്. ഇന്നമാ അന അബ്ദു, നിങ്ങൾ എന്നെ പ്രശംസിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ പുകഴ്ത്തുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യുകയാണെങ്കിൽ, അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും മഹനീയമായ വിശേഷണം എന്താണ് എന്ന് അവിടുന്ന് നിർണയിക്കുന്നു. ഇന്നമാ അന അബ്ദു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, എന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയും റസൂലും എന്ന് വിശേഷിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ വർണ്ണനയും മദ്ഹും അല്ലാഹുവിന്റെ അടിമയാണ് അവിടുന്ന്. റബ്ബുൽ ആലമീന്റെ അടിമ, അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണ് എന്നതാണ്. അല്ലാഹുവിനോളം പുകഴല്ല, അല്ലാഹുവിനേക്കാൾ പുകഴ്ത്തലല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെയും അവിടുത്തെ മദ്ഹ് ചെയ്യുന്നതിന്റെയും പേരിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വർണ്ണിക്കുന്ന വർണ്ണനകൾ, എത്ര അപകടകരമായ വരികൾ ഇവിടെ ചൊല്ലിപ്പാടുന്ന മാലകളിലും മൗലീദുകളിലും, ചെറിയ കുട്ടികളെ അത്തരം വേളകളിൽ പഠിപ്പിക്കുന്ന പാട്ടുകളിലും ഗാനാലാപനങ്ങളിൽ നമുക്ക് കാണാം. അത്തരത്തിൽ അറബിയിൽ പ്രചുര പ്രചാരം നേടിയ ഒരു ഗാനത്തിലെ വരികളാണ് മംബഉർ റഹ്മതി മൽജഉൽ ഉമ്മതി, കാരുണ്യത്തിന്റെ കേദാരമേ, കാരുണ്യത്തിന്റെ ഉറവിടമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ നാമത്തെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ കുറിച്ചു വെച്ച വരികളാണത്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ ഉറവിടം എന്നാണ് അർത്ഥം. ആരാണത്? അല്ലാഹു മാത്രമാണ്. മൽജഉൽ ഉമ്മത്തി, ഉമ്മത്തിന്റെ അഭയസ്ഥാനം. ആരാണ് അഭയം തേടാൻ അർഹനായവൻ? അല്ലാഹു മാത്രം. ഖുദ് ബിയദി ഫീ സല്ലാത്തി, എന്റെ വീഴ്ചകളിൽ, എന്റെ പതനങ്ങളിൽ, എന്റെ പാപക്കറകളിൽ എന്റെ കരങ്ങൾ പിടിച്ച് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന വരികൾ, ഇങ്ങനെ തുടങ്ങി അനേകം വരികൾ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിക്കുന്ന,
അവിടുത്തെ പുകഴ്ത്തുന്ന, അവിടുത്തെ മദ്ഹ് ചെയ്യുന്ന വരികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ അടിമയും റസൂലുമെന്നുമാണ് എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, എന്തായിരുന്നു അവിടുത്തെ ജീവിതം? അവിടുന്ന് ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചത് എന്താണ്? ദുനിയാവിൽ നിന്ന് അവിടുന്ന് ബാക്കി വെച്ച ആസ്തി എന്താണ്? എന്നിട്ടും അവിടുന്ന് ധർമ്മിഷ്ഠനായിരുന്നു. തന്റെ കയ്യിലുള്ളത് തന്റെ അനുചരന്മാർക്ക് തന്നെക്കാൾ പ്രാധാന്യം കൽപ്പിച്ച് പകുത്തു നൽകുന്ന ധർമ്മിഷ്ഠനായിരുന്നു അവിടുന്ന്. രാപ്പകലുടെ നീളം റമദാനിൽ വിശേഷ്യ നിർബാധം അടിച്ചു വീഴ്ചുന്ന കാറ്റിന് സമാനമായി അവിടുന്ന് സ്വതക്കകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇസ്ലാമി ശൈഅൻ ഇല്ലാ അഅതാഹു. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തു ചോദിച്ചാലും അവിടുത്തെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് അത് നൽകുമായിരുന്നു. ആരാണ് ഈ റസൂൽ? മദീനയിലെത്തിയതിനു ശേഷം 3 ദിവസങ്ങൾ തുടർച്ചയായി അവിടുത്തെ കുടുംബം, അവിടുത്തെ പത്നിമാർ ഒരാളും വയറ് നിറയെ മുന്തിയ റൊട്ടി ഭക്ഷിച്ചിട്ടില്ല. 3 ദിവസം തുടർച്ചയായി വയറ് നിറയെ ഭക്ഷിക്കാൻ അന്നമില്ലാതിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതെന്തും തന്റെ അനുചരന്മാർക്ക് പകുത്തു നൽകിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുനിയാവിന് വേണ്ടി കോപിച്ചിട്ടില്ല, ദുനിയാവിന് വേണ്ടി രോഷം കണ്ടിട്ടില്ല. ദുനിയാവ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആവലാതിയും പരാതിയും പരാധീനതയും ബോധിപ്പിച്ചിട്ടില്ല. മറിച്ച് ദുനിയാവിന് അവിടുന്നിട്ട വില, ദുനിയാവിന് അവിടുന്നിട്ട മാർക്ക്, നമുക്കേറെ പ്രിയങ്കരമായ, നമുക്ക് മരിക്കാതെ കാലത്തും ജീവിക്കാൻ നമ്മൾ മോഹം വെച്ച് പുലർത്തുന്ന, നമുക്ക് ഭ്രമം തോന്നിപ്പോയ ഈ ദുനിയാവിനോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്തായിരുന്നു? നാലി വലി ദുനിയ, ഈത്തപ്പനക്കട്ടലിൽ ഒരു വിരിപ്പില്ലാതെ തലയിണയില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നപ്പോൾ അവിടുത്തെ ശരീരത്തിൽ അതൊരു പാടുണ്ടാക്കി. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു വിരിപ്പ് താങ്കൾക്ക് നൽകാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് മാലി വലി ദുനിയ. ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ ثم راح وتركها. ഈ ദുനിയാവുമായിട്ടുള്ള എന്റെ ബന്ധം ഒരു വഴിപോക്കനെ പോലെ, ഒരു യാത്രക്കാരനെ പോലെയാണ്. അവൻ യാത്രാമധ്യേ ഒരു തണൽ മരം കാണുന്നു, ആ തണൽ മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാനിരിക്കുന്നു. വിശ്രമം കഴിഞ്ഞതിന് ശേഷം ആ മരം ഒഴിവാക്കി അവൻ യാത്ര തുടരുന്നു. ഒരു തണൽ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്ന ഒരു സായാഹ്ന വേളയിലെ അല്പസമയം മാത്രമാണ് ദുനിയാവിനോട് എനിക്കുള്ള ബന്ധം. അതിനപ്പുറത്ത് മാലി വലി ദുനിയ, ഞാനും ദുനിയാവും മാത്രം എന്തു ബന്ധമാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ആഖിറത്തിന് വേണ്ടി ജീവിച്ച റസൂൽ, ആഖിറത്തിന് വേണ്ടി മക്കളെ വളർത്തിയ റസൂൽ, സ്വർഗം മോഹിച്ച് പണിയെടുത്ത, അധ്വാനിക്കാൻ പ്രേരിപ്പിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അവിടുത്തെ ജീവിതം പരാമർശിക്കാൻ, അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്താൻ ഒരു മിമ്പറോ ഒരു ഖുതുബയോ ഒരു ഗ്രന്ഥമോ തൂലികയോ വാക്കുകളോ വർണ്ണനകളോ മതിയാകാതെ പോകും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ ഓർമ്മകൾ വീണ്ടെടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിതങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അസ്തമിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊടിതട്ടിയെടുക്കുക, പുതുജീവൻ പകർത്തുക, നമ്മുടെ ജീവിതത്തിൽ നവോന്മേഷം പകരുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.